എല്ലാ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ കിരാത സിനിമ ടീമിന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞങ്ങളുടെ സിനിമ കിരാത ജനുവരി 23-ന് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുകയാണ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവ കഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് കിരാത. കിരാതയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടാലന്റഡ് ആയിട്ടുള്ള ന്യൂ കമേഴ്സ്, പ്രത്യേകിച്ചും ഫാഷൻ ലോകത്തു നിന്നും മോഡലിംഗ് രംഗത്ത് നിന്നുമുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പുതുമുഖങ്ങൾ, അവരോടൊപ്പം സീസൺഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഒരു മിക്സ്ചറാണ് ഈ സിനിമ. നമുക്കറിയാം, വളരെ പ്രശസ്തരായ MR ഗോപകുമാർ ചേട്ടൻ, ഡോക്ടർ രജിത് കുമാർ, ചെമ്പിൽ അശോകൻ ചേട്ടൻ, ദിനേശ് പണിക്കരേട്ടൻ, രാജ്മോഹൻ ജി, അരിസ്റ്റോ സുരേഷ്, നീന കുറുപ്പ്, സീസൺഡ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള MR ഗോപകുമാർ ചേട്ടൻ, ചെമ്പിൽ അശോകൻ ചേട്ടൻ, ദിനേശ് പണിക്കരേട്ടൻ, ഡോക്ടർ രജിത് കുമാർ, രാജ്മോഹൻ ജി, അരിസ്റ്റോ സുരേഷ്, നീന കുറുപ്പ്, വൈഗ റോസ്, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്ന ഒരു ആക്ഷൻ ക്രൈം ത്രില്ലറാണ് കിരാത. ഞാൻ മൈക്ക് മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിന് മുമ്പ് ഞങ്ങളുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഏതൊരു പ്രോജക്റ്റിന്റെയും സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിന് ഒരു ഇൻവെസ്റ്റർ എത്തുമ്പോഴാണ്. നമ്മുടെ ഇൻവെസ്റ്റർ എടത്തൊടി ഭാസ്കരൻ സാർ, അദ്ദേഹം ഒറ്റപ്പാലം സ്വദേശിയാണ്. പക്ഷെ കഴിഞ്ഞ 40 വർഷത്തിലേറെയായിട്ട് ഗൾഫ് ജീവിതം നയിക്കുന്നു, അവിടെ ജോലി ചെയ്യുന്നു. വളരെ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് എടത്തൊടി ഭാസ്കരൻ സാർ. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഞാൻ കാണുന്ന ഒരു ഹൈലൈറ്റ്. ഒരു PRO എന്ന നിലയിൽ ഞാൻ കാണുന്ന ഒരു ഹൈലൈറ്റ്, ഇതുപോലെയുള്ള പ്രൊഡ്യൂസേഴ്സിനെ മലയാള സിനിമയിൽ ആവശ്യമാണ്. നമ്മൾ അദ്ദേഹത്തെ സേഫ് ഗാർഡ് ചെയ്യണം. അങ്ങനെയുള്ള എടത്തൊടി ഭാസ്കരൻ സാർ, അദ്ദേഹത്തിന്റെ മിസസ് ചന്ദ്രമതി മാഡം ഈ കമ്പനിയുടെ MD ആണ്. അതുപോലെ തന്നെ വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന നിരവധി വേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ MR ഗോപകുമാർ ചേട്ടൻ, ബിഗ് ബോസ് എന്ന ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിലൂടെ അതിപ്രശസ്തനായി തീർന്ന, ഇപ്പോ നിരവധി ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിലൂടെ തന്റേതായ സ്ഥാനം ഉറപ്പിക്കാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഡോക്ടർ രജിത് കുമാർ, സംവിധായകൻ റോഷൻ കോന്നി. അദ്ദേഹം സംവിധാന ചുമതല മാത്രമല്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്, എഡിറ്റിംഗ്, DOP അങ്ങനെയുള്ള കാറ്റഗറീസ് ഒക്കെ തന്നെ അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നേരത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞത്, വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന, സൂക്ഷ്മ നിരീക്ഷണമുള്ള, ഒരു വിഷനുള്ള ഒരു സംവിധായകനാണെന്നാണ്. മലയാള സിനിമയുടെ ഭാഗതയും നിർണ്ണയിക്കുന്ന തരത്തിൽ റോഷൻ കോന്നി എന്ന സംവിധായകൻ വളരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രോത്സാഹനം അദ്ദേഹത്തിന് ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ, നിരവധി സിനിമകൾക്ക് പിന്നിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന കലേഷ് കുമാർ, അദ്ദേഹവും ഭാവി വാഗ്ദാനമാണ്. ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എടത്തൊടി ഫിലിംസിന്റെ ബാനറിൽ ശ്രീ സുധൻ രാജ് വഴിക്കാണ്. സുധൻ രാജ് സംവിധായകനാണ്, നിർമ്മാതാവാണ്, നടനാണ്, നല്ലൊരു ഗായകൻ കൂടിയാണ്. ഇതിന്റെ റൈറ്റർ ശ്രീമതി ജിറ്റ ബഷീർ, റോഷൻ കോന്നിയുടെ വൈഫാണ്. നായകൻ സച്ചിൻ പാലപ്പറമ്പിൽ. ഹലോ, എന്റെ പേര് EN റോഷൻ. ഞാൻ ഇതിനകത്ത് ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഞാൻ വരുന്നത് പത്തനംതിട്ട കോന്നിന്നാണ്. സന്നിധരായ എല്ലാ മീഡിയയുടെ ആളുകൾക്കും നന്ദി. ഞാൻ ഇടത്തൊടി ഭാസ്കരൻ, ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. കഴിഞ്ഞ 41 വർഷമായി ബഹ്റൈനിലും സൗദിയിലുമായിട്ട് ജീവിച്ചു വരുന്ന ഒരാളാണ്. താമസം ബഹ്റൈനിലാണ്. എൻ്റെ വൈഫ് ചന്ദ്രമതി. പിന്നെ ഞങ്ങൾക്ക് 2 ആൺമക്കള്. മൂത്ത മകൻ്റെ കല്യാണം കഴിഞ്ഞു, അവന് ഒരു ഭാര്യയുണ്ട്, അങ്ങനെ ഒരു കുട്ടിയുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയൊരു കുടുംബമായിട്ട് കഴിഞ്ഞ് സന്തോഷമായി കഴിഞ്ഞു വരുന്ന കുടുംബമാണ് ഞങ്ങള്. പിന്നെ ഈ സിനിമയിലേക്ക് വരുന്നത് ആകസ്മികമായിട്ടാണ് വന്നത്. അതൊരു കൂട്ടുകെട്ടിലൂടെ, അതായത് വേറൊരു പ്രതി എൻ്റെ വളരെ സുഹൃത്തായിരുന്നു, 8-9 കൊല്ലം. അത് ഫേസ്ബുക്കിലൂടെയാണ്. ഫേസ്ബുക്കിൽ പല ചതികളും നമ്മൾ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഉൾപ്പെട്ട ഒരു സംഭവത്തിൽ അങ്ങയുടെ പ്രേരണ കാരണം ഞാനൊരു ഈ ഷോർട്ട് ഫിലിം പറഞ്ഞ പോലെ ഇറക്കാനായിട്ട് തയ്യാറായി.
അപ്പൊ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഞാൻ ഏറ്റെടുത്തു. രണ്ടുപേരും തമ്മിൽ പാതി ഷെയർ ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അയാൾ അവസാനം മുങ്ങി. അപ്പൊ അങ്ങനെ ഇത് പിന്നെ കഥ മനസ്സിലാക്കിയപ്പോൾ ഇത് ഷോർട്ട് ഫിലിം ആയാൽ ശരിയാവില്ല, അത് സിനിമ തന്നെ ആക്കണം. അപ്പൊ അത് ഒരുപാട് ചേഞ്ചസ് ചെയ്തു. സ്റ്റാർട്ടിങ് മുതലേ നമ്മളിങ്ങനെ ഓരോ റിവിഷൻ ചെയ്തിട്ട് 4 തവണ റീഷൂട്ട് ചെയ്തിട്ടാണ് അവസാനം ഇങ്ങനെ ഒരു നല്ലൊരു സംഭവത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പടത്തിൽ എല്ലാവിധ ഇൻഗ്രീഡിയൻസും ഉണ്ട്. പടം കിരാത എന്ന പേര് തന്നെ നമുക്ക് ഇൻ ദ ഡ്രെഡ് ഓഫ് നൈറ്റിലാണ്. രാത്രിയിൽ എന്തൊരു ഭീകരത ആണ് ഈ പടത്തിന്റെ ടൈറ്റിൽ തന്നെ. അപ്പൊ ഇതൊന്നൊരു കൊതിയിൽ നടന്ന സംഭവത്തെ ആസ്പദമാക്കി ചെയ്ത ഇതാണ്. നരബലി എഴുതിയിട്ടുണ്ട്. പിന്നെ ഈവിൾ എഫക്ട്സ് നമ്മുടെ ഡോക്ടർ കുമാർ പറഞ്ഞ പോലെ എന്താണ് ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റ് ഇതൊക്കെ കോർത്തിണക്കി നല്ലൊരു കലാവിരുന്ന് ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ പടം നിർമ്മിച്ചത്. ഇത് പലവിധ ഘട്ടങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കയറുന്നതാണ്. അവസാനം വന്നിട്ട് സെൻസർ ബോർഡ് പോലും അവർ കണ്ടപ്പോ പറഞ്ഞു, ഇത് ലാസ്റ്റിൽ നിങ്ങൾ ശരിയല്ല, നിങ്ങളത് കഥാതത്വം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിയെടുക്കണം. 2 ആഴ്ച സമയം തന്നു, അതിനുള്ളിൽ റീഷൂട്ട് ചെയ്തിട്ട് കൊണ്ടുവരണം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ധൃതി വെച്ച് ഞങ്ങൾ അവസാനത്തെ ക്ലൈമാക്സ് കൊച്ചിയിൽ തന്നെ ചെയ്യുകയുണ്ടായി. അത് ചെയ്തപ്പോ ഞങ്ങൾക്ക് ഭാഗ്യം വീണ്ടും കിട്ടുകയുണ്ടായി. എന്നും നമുക്ക് എന്റെ പ്രിയ സുഹൃത്ത് ക്ലൈമാക്സ് പിടിച്ച സാഹചര്യത്തിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില സീസൺഡ് ആർട്ടിസ്റ്റുകളെ കിട്ടി. എന്റെ സുഹൃത്താണ് ശ്രീ ഗോകുമാർ, അദ്ദേഹം വേറെ വരികയുണ്ടായി. അതിന്റെ ഭാഗ്യം വീണ്ടും ലഭിച്ചു. എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഗോകുമാർ സാറിനെ കിട്ടി. അദ്ദേഹത്തിന് ഞങ്ങൾ ബഹറിൽ കൊണ്ടുവന്നായിരുന്നു വേറൊരു ഷോർട്ട് ഫിലിമിന്റെ ഉദ്ഘാടനത്തിനൊക്കെ ആയിട്ട്. അവിടെ വെച്ചും അദ്ദേഹത്തിന്റെ കൂടെ ചെറിയ രീതിയിൽ ഒരു അഭിനയിക്കാനുള്ള സാധ്യത കൂടെ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് പറയാം. അദ്ദേഹം സീസണിന്റെ ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതും എന്നെ പോലുള്ള ഒരു എളിയ കലാകാരൻ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു, അച്ഛൻ മാഷ്. അത് വളരെ നല്ല ഒരു കഥാ പ്രമേയമാണ്. 22 മിനിറ്റിന്റെ ഷോർട്ട് ഫിലിമാണ്. അത് പല അവാർഡുകൾക്കും കൂടെ ഞങ്ങള് പിന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കേരള ഫിലിമിന്റെ ഗൈഡയും ഒക്കെ. അപ്പൊ അതിലാണ് ഗോകുമാർ സാറിന്റെ ബാറിൽ കൊണ്ടുവന്നു. അന്ന് ഞങ്ങൾ വളരെ അടുത്ത് ഇടപഴകി. അദ്ദേഹത്തിന് ഈ സിനിമയിൽ നിന്ന് ഒരു ചാൻസ് കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. ആ ആഗ്രഹത്തിന് ഈ സെൻസർ ബോർഡ് നമുക്ക് കത്തിവെച്ചത് വളരെ ഉപകാരപ്പെട്ടു. അങ്ങനെ പിന്നെ വേറൊരു കഥാപാത്ര സ്റ്റാർ മീഡിയ സീസൺസ് ആർട്ടിസ്റ്റാണ് മറ്റേ ദിനേശ് പണിക്കർ സാറിനെയും കൊണ്ടുവന്നു. ഇവരൊക്കെ പിന്നെ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞ് ആ സമയം തന്നെ ഇവര് സമ്മതിക്കുകയുണ്ടായി. അങ്ങനെ വന്നിട്ട് അവസാനം ഈ ക്ലൈമാക്സ് നന്നായി ഞങ്ങള് പിടിച്ചു. ഈ പടം ഒരു നല്ലൊരു മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. കാരണം നമ്മള് ഇന്നും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന നരബലിയും മറ്റേ ഈ അന്ധവിശ്വാസങ്ങളിലൂന്നി നല്ല നല്ല കുടുംബങ്ങൾ വഴിവഴിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അത് ഈ സിനിമ കാണുമ്പോൾ പേരൻസിന്, രക്ഷിതാക്കൾക്ക് നല്ലൊരു മെസ്സേജ് ഉണ്ട്. കോളേജിൽ പഠിക്കുന്ന യുവജനങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് ഉണ്ട്. സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് ഉണ്ട്. നമ്മള് നല്ല രീതിയിൽ നല്ല കൂട്ടുകെട്ടോടെ പോവുകയാണെങ്കിൽ ഇത് പിന്നെ ജീവിതം സുഖകരമായിരിക്കും എന്നൊരു മെസ്സേജ് ഇതിനകത്തുണ്ട്. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കട്ടെ. താങ്ക് യു. ചന്ദ്രമതി. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ചന്ദ്രമതി. പ്രൊഫഷണലി ഞാനൊരു ടീച്ചറാണ്. ഇടത്തൊടി ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഞാൻ. ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ മലയാളത്തിൽ നമുക്ക് ഒരുപാട് പ്രേതകഥകളും യക്ഷികഥകളെ ആസ്പദമാക്കി എനിക്ക് 100 സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. വലുത് ചെറുതുമായ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രമേയം, ഒരു നരബലി എന്ന ഒരു പ്രമേയം ആസ്പദമാക്കിയിട്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ആദ്യത്തെ സിനിമയായിരിക്കും കിരാത. ഇത് നടന്നൊരു സംഭവമാണ്. ഇപ്പോഴും ഒരുപക്ഷെ നമ്മളൊന്നും അറിയാതെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇത് അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യനെ ബലി കൊടുത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ ഈ ആധുനിക കാലത്തും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു. അത് സമൂഹത്തിനോട് കാണിക്കാനും
അത് അങ്ങനെയുള്ള സംഭവങ്ങൾ ആർക്കും ഒന്നും നേടിക്കൊടുക്കുന്നില്ല എന്ന് തുറന്നു കാണിക്കുകയും ചെയ്യുന്നു കിരാതിലൂടെ. നല്ലൊരു മൂവിയാണ്. ഇതിൽ മെയിൻ ആർട്ടിസ്റ്റുകളായിട്ട് ഇത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ആർട്ടിസ്റ്റുകളൊക്കെ പുതുമുഖങ്ങളാണ്. എല്ലാവരും പുതുമുഖങ്ങളാണെങ്കിലും അത് അറിയിക്കാത്ത രീതിയിൽ അവരുടെ ക്യാരക്ടേഴ്സ് അവരെല്ലാവരും വളരെ ഭംഗിയായി ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ സിനിമ പോയി കാണണം എന്നാണ്, എന്നിട്ട് വിലയിരുത്തുക. നന്നായിട്ടാണ് ഞങ്ങളുടെ ഡയറക്ടറും ഇത് ചെയ്തിട്ടുള്ളത്, ആർട്ടിസ്റ്റുകളും ചെയ്തിട്ടുള്ളത്. ഇത് പ്രേക്ഷകർക്കായിട്ട് സമർപ്പിക്കുന്നു.